So welcome back to the channel C Tech. So നമ്മൾ നോക്കാൻ പോകുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മൊഡ്യൂൾ 4 ആണ്. കാരണം നമ്മൾ മൊഡ്യൂൾ 3 നമുക്ക് ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മോർ വെയിറ്റേജ് കൊടുക്കുന്ന ചാപ്റ്റർ ആണ്. കാരണം അതിൽ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. സോ അതിന്റെ ഒരു വീഡിയോ പ്രോസസ്സിംഗ് ആണ്, ഉടനെ ഇടുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് മൊഡ്യൂൾ 4 നോക്കാം. സോ മൊഡ്യൂൾ 4ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലോഡർ ആൻഡ് ലിങ്കർ ആണ്. അത് ചെറിയൊരു ടോപ്പിക്കാണ് ലോഡർ ആൻഡ് ലിങ്കറിലുള്ള. നമ്മൾ അസംബ്ലറിൽ എന്തൊക്കെ പഠിച്ചു അതൊക്കെ തന്നെ ലോഡർ ആൻഡ് ലിങ്കറിലും സെയിം തിങ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം മൊഡ്യൂൾ 4 ലോഡർ ആൻഡ് ലിങ്കർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട എന്താണ് ഒരു ലോഡിങ്, അല്ല എന്താണ് ലിങ്ക്. ലോഡറിന്റെ മെയിൻ ജോലി എന്താണ്? ലോഡ് ചെയ്യുക. ലിങ്കറിന്റെ ആണെങ്കിൽ ലിങ്ക് ചെയ്യുക. സോ വാട്ട് ഈസ് ലോഡിങ്? വിച്ച് അലോക്കേറ്റ്സ് മെമ്മറി ലൊക്കേഷൻ ആൻഡ് ബ്രിങ്സ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു memory for execution. Loading mainly it allocates memory location allocate ചെയ്യുക. അതുപോലെ object program which brings the object program into the മെമ്മറിയിലോട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ കൊണ്ടുവരിക, എക്സിക്യൂഷൻ. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ലോഡറാണ്. സോ ലോഡറാണ് മെമ്മറി അലോക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അതേപോലെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് എക്സിക്യൂഷന് വേണ്ടി കൊണ്ടുവരുന്നത് ആരാണ്? ലോഡറാണ്. ഇനി ലിങ്കറാണ് മെയിൻലി ജോലി ചെയ്യുന്നത്. വിച്ച് കമ്പൈൻസ് 2 or more separate object programs and supplies information needed to allow references between them. ലിങ്കർ മെയിൻലി എന്താണ്? അതെന്ത് ലിങ്കിങ് ആണ് ചെയ്യുന്നത്. അതായത് 2 സെപ്പറേറ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ കമ്പൈൻ ചെയ്യാനും ആൻഡ് സപ്ലൈസ് ഇൻഫോർമേഷൻ നീഡഡ് ടു അലോ റെഫറൻസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഇടയ്ക്കുള്ള റെഫറൻസ്, അവരുടെ ഇടയ്ക്കുള്ള ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ലിങ്കറാണ്. സോ ലിങ്കർ വിച്ച് കമ്പൈൻസ് 2 or more ഒബ്ജക്റ്റ് പ്രോഗ്രാംസ്. ഇനി റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീലൊക്കേഷൻ എന്ന വിച്ച് നമ്മൾ റീലൊക്കേഷൻ പഠിച്ചു, പ്രോഗ്രാം റീലൊക്കേഷൻ. അതെന്താണ്? വിച്ച് മോഡിഫൈസ് ഒബ്ജക്റ്റ് പ്രോഗ്രാം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ലോഡഡ് അറ്റ് ആൻ അഡ്രസ് ഡിഫറെൻറ്റ് ഫ്രം ദ ലൊക്കേഷൻ ഒറിജിനലി റെഫർ ചെയ്യുക. അതായത് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇപ്പം നമ്മൾ ലോഡ് ചെയ്യുന്ന അഡ്രസ്സിനെ അതിനെയും കാട്ടി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അഡ്രസ്സ് മോഡിഫൈ ചെയ്യണം, അതിന് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ്, മോഡിഫൈ ചെയ്യുന്നതാണ് ആര്? റീലൊക്കേഷൻ. ഓക്കെ അല്ലേ? ബേസിക് ലോഡർ ഫംഗ്ഷൻ നമ്മൾ അസംബ്ലിയിൽ പഠിച്ചതുപോലെ സെയിം സിലബസ് ആണ് ലോഡറും ലിങ്കറിലും വരുന്നത്. ഇതേപോലെ നമ്മൾ ബേസിക് അസംബ്ലർ ഫീച്ചേഴ്സ് പഠിച്ച പോലെ ബേസിക് ലോഡർ ഫംഗ്ഷൻസ് ഉണ്ട്. ലോഡർ ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോംസ് എ ലോഡിംഗ് ഫംഗ്ഷൻ. ലോഡർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മെയിൻലി അത് പെർഫോം ചെയ്യുന്ന എന്താണ്? ലോഡിംഗ് ഫംഗ്ഷൻസ് ആണ്. ഇറ്റ് ബ്രിങ്സ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു ദ മെമ്മറി ആൻഡ് സ്റ്റാർട്ട്സ് ദിസ് ഒക്കേഷൻ. ഇത് മെയിൻലി എന്താ ചെയ്യണം? ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദ റോൾ ഓഫ് ലോഡർ ഈസ് ഷോൺ. അതിൻ്റെ റോളാണ് ഈ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ഫിഗർ. ബേസിക് ലോഡർ ഫംഗ്ഷൻസ് ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരച്ചാലും മതി. നോക്കിയേ, നമ്മുടെ അസംബ്ലിലോട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ അസംബ്ലിലോട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു SIC പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സൂസ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ ലോഡറാണ് ആ അസംബ്ലിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാമെ ലോഡറാണ് എന്ത് ചെയ്യുന്നത്? മെമ്മറിയിലോട്ട് അത് എന്ത് ചെയ്യുന്നത്? ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് പ്രോഗ്രാം റെഡി ഫോർ എക്സിക്യൂഷൻ. മെമ്മറിയിലോട്ട് അത് ബ്രിങ് ചെയ്യുന്നത് ആരാണ്? ലോഡറാണ്. സോ ലോഡർ brings the object program from the assembler to the memory. അതാണ് ലോഡറിന്റെ മെയിൻ ഫംഗ്ഷൻ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡർ ഉണ്ട്. നമുക്ക് മെയിൻലി ആയിട്ട് 4 ടൈപ്സ് ഓഫ് ലോഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ലോഡർ, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ, റീലൊക്കേറ്റിംഗ് ലോഡർ ആൻഡ് ലിങ്കിങ് ലോഡർ. ഒക്കെ മൊത്തം 4 ടൈപ്സ് ഓഫ് ലോഡേഴ്സ് പഠിക്കാനുണ്ട്. നോക്കിയാൽ ഫസ്റ്റ് വണ്ണാണ് അബ്സല്യൂട്ട് ലോഡർ. ഡിസൈൻ ഓഫ് അബ്സല്യൂട്ട് ലോഡർ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് ലോഡറിന്റെ ഡിസൈൻ. The operation of absolute loader is very simple. The object code is loaded to specified locations in the memory. ഇപ്പോൾ absolute loaderന്റെ മെയിൻ സാധാ ലോഡറിനെ പോലെ തന്നെയാണ് absolute loader. അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് എങ്ങനെയാണ്? സ്പെസിഫൈഡ് മെമ്മറിയിലെ സ്പെസിഫൈഡ് ലൊക്കേഷനിലോട്ടാണ് ലോഡ് ചെയ്യുന്നത്. At the end of the loader jumps to the specified address to begin the execution of loaded program. Linking and relocation is not done. അതിൻ്റെ മെയിൻ അബ്സല്യൂട്ട് പ്രോഗ്രാമിൻ്റെ അൽഗോരിതം നോക്കിയേ. ഇവിടെ എക്സാമിന് എന്താണ് അബ്സല്യൂട്ട് ലോഡർ എന്നൊന്നും ചോദിക്കത്തില്ല. അബ്സല്യൂട്ട് ലോഡറിൻ്റെ ഡിസൈനിങ് അൽഗോരിതം ചോദിക്കുക. ഇതാണ് അൽഗോരിതം. ഓക്കെ, അതിൻ്റെ അൽഗോരിതം ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. നോക്കിയേ, ഫസ്റ്റ് എൻ്റെ നമ്മൾ ബിഗിൻ ചെയ്തു. റീഡ് ദ ഹെഡർ റെക്കോർഡ്. ഒബ്ജക്റ്റ് പ്രോഗ്രാം അറിയാലോ. ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ കൺസിസ്റ്റ് ആവുന്ന 3 റെക്കോർഡ്സ് ആണ് ഹെഡർ, ടെക്സ്റ്റ്, എൻഡ്. സോ നമ്മൾ ആദ്യം എന്ത് റെക്കോർഡ് വായിക്കുന്നു? ഹെഡർ റെക്കോർഡ് വായിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വെരിഫൈ ദ പ്രോഗ്രാം നെയിം ആൻഡ് ലെങ്ത്. ഹെഡർ റെക്കോർഡിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ള? ലെങ്ത് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, അതേപോലെ പ്രോഗ്രാം നെയിമും കൊടുത്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്യുക. റീഡ് ദ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് എന്തിൻ്റെ? റീഡ് ചെയ്യാണ്. വൈൽ റെക്കോർഡ് ടൈപ്പ് ഈസ് നോട്ട് ഈക്വൽ ടു ഇ. അതായത് ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എൻഡ് റെക്കോർഡാണ്. റെക്കോർഡ് ടൈപ്പ് ഇ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡു ബിഗിൻ
എന്താ ബിഗിൻ ചെയ്യേണ്ടത്? മൂവ് ദ ഒബ്ജക്റ്റ് കോഡ് ടു സ്പെസിഫൈഡ് ലൊക്കേഷൻ. മൂവ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് കോഡ് എന്ത് ചെയ്യണം? സ്പെസിഫൈഡ് മെമ്മറി ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുക. റീഡ് ദ നെക്സ്റ്റ് ഒബ്ജക്റ്റ് പ്രോഗ്രാം റെക്കോർഡ് എൻഡ്. ജമ്പ് ടു അഡ്രസ് സ്പെസിഫൈഡ് ഇൻ ദ എൻഡ് റെക്കോർഡ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള അൽഗോരിതം ഫോർ അബ്സൊല്യൂട്ട്. ചെറിയൊരു അൽഗോരിതമാണ്, സിമ്പിൾ അല്ലേ ഇത് പഠിക്കാൻ. ഇതൊരു 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ പാർട്ട് ബി തന്നെ ഓറായിട്ടും സബ് പാർട്ടായിട്ടൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് അബ്സൊല്യൂട്ട് ലോഡിൻ്റെ അൽഗോരിതം. ഓക്കെ, ഇങ്ങനെയാണ് പോണത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാം. നമുക്ക് കിട്ടുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇങ്ങനെയായിരിക്കും. ഹെഡർ, ടെക്സ്റ്റ്, എൻഡ് റെക്കോർഡുള്ളത്. ഇതിനെ എന്തോട്ടാക്കും? മെമ്മറിയിലോട്ട് കോപ്പി ചെയ്യാണ് ആര് ചെയ്യുന്ന ജോലി? ലോഡർ ചെയ്യുന്ന. കണ്ടോ, മെമ്മറിയിലോട്ട് പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലോഡറാണ് സിമ്പിൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. സോ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലോഡിങ് ഫംഗ്ഷനാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡ് ചെയ്യുന്നത്. നമ്മുടെ OS ഒക്കെ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ് എന്താ ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന OS, നമ്മളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, വെൻ എ കമ്പ്യൂട്ടർ ഇസ് ഫസ്റ്റ് ടേൺഡ് ഓൺ or restarted, a special type of absolute loader called bootstrap loader is executed. നമ്മുടെ കമ്പ്യൂട്ടർ ഫസ്റ്റ് ടേൺ ഓൺ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലോഡറാണ് അവിടെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതേതാണ്? ബൂട്ട്സ്ട്രാപ്പ് ലോഡറാണ്. ദിസ് ബൂട്ട്സ്ട്രാപ്പ് ലോഡ്സ് ദ ഫസ്റ്റ് പ്രോഗ്രാം ടു ബി റൺ ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന ആരാണ്? ബൂട്ട്സ്ട്രാപ്പ് ആയിരിക്കും. അത് യൂഷ്വലി എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ത് ചെയ്യുന്ന ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ വർക്കിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ബൂട്ട്സ്ട്രാപ്പ് വർക്കിംഗ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ സിമ്പിളാണ്. അതിൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ അൽഗോരിതം നമുക്ക് അതിൻ്റെ 2 അൽഗോരിതം ഉണ്ട്. അതായത് അൽഗോരിതം നമുക്ക് SIC-XCയിലും ബൂട്ട്സ്ട്രാപ്പിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്ലാതെ ഇംഗ്ലീഷ് വേർഡ്സിൽ സാധാ അൽഗോരിതമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന, അതായത് ഇവിടെ കാണിച്ചു തരാം, ഈ കൊടുത്തിരിക്കുന്ന SICയുടെയാണ് കേട്ടോ. അതൊന്ന് നോക്കുക. ഒന്നെങ്കിൽ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡറിൻ്റെ അൽഗോരിതം സിമ്പിളാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു അൽഗോരിതം കാണിച്ചു തരാം അവസാനം ബൂട്ട്സ്ട്രാപ്പിൻ്റെ. ഇത് കുറച്ച് പാടാണ് SICയുടെ, എന്നാലും എളുപ്പമാണ്. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യുക? വേർഡിങ്സിലായിട്ട് എഴുതിയാലും മതി. ഓക്കെ.